ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നത് നമ്മുടെ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയേക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട്, അത് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന പഴംപൊരി പോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അതുകൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിപ്പോൾ മൈദ വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാരയിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവ് തന്നെ 1 സ്പൂൺ പുട്ടുപൊടി കൂടെ ചേർക്കാം. പിന്നെ ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പുട്ടുപൊടി നമ്മുടെ തരിയരിയായിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. എല്ലാം കൂടി ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുക. അപ്പോൾ വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ 1 സ്പൂൺ തൈരും അതുപോലെ തന്നെ അതിലോട്ട് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പഴംപൊരി നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് അധികം അങ്ങ് ഓയിൽ കുടിക്കുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നോക്കിയാൽ അതുകൂടെ എടുത്തതിന് ശേഷം ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് തൈരും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഇതുപോലെ ആക്കി കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ എണ്ണ കുടിക്കുന്ന പ്രശ്നം അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് നല്ലൊരു കളർ കിട്ടാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിതൊരു 3 പഴമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഴം ഇതുപോലെ അങ്ങ് മുക്കിയെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നോക്കിയേ നമ്മുടെ ഓയിലിൽ ഇത് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഓയിലൊന്ന് ചൂടാക്കി എടുക്കുക. ഓയിൽ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കൂടുതൽ അങ്ങ് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എണ്ണ കുടിക്കാറുണ്ടല്ലേ. എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പഴംപൊരി നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പഴംപൊരിയില്ലേ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. പിന്നെ അധികം അങ്ങ് എണ്ണ കുടിക്കുകയും ചെയ്യില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യുമേ. അപ്പോൾ നോക്കിയേ കളറൊക്കെ മാറിയിട്ട് നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിതെല്ലാം അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളതല്ലേ. നോക്കിയേ നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരിയല്ലേ. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ കൃഷ്ണ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.